എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബിക ആനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വീഡിയോയിലെ വിഷയം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒരു പേനും കടലാസും എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അതൊക്കെ പാലിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളെപ്പോൾ അലട്ടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങൾക്കൊക്കെ നമുക്ക് ശാന്തി വരുത്തി അതിൻ്റെ കഠിനം കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് തുടരാം. നക്ഷത്രം എന്ന് പറയുന്നത് 27 നക്ഷത്രം, രാശി 12, ഗണം 3 തിരിച്ചിരിക്കുന്നു. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാകുക. അപ്പോൾ പൂയം നക്ഷത്രക്കാർ ആരാധിക്കുന്നത് വിഷ്ണുദേവനെയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക, വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക, വിഷ്ണുദേവനെ ആരാധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ശാസ്താവിനെയും ദുർഗയും ഭജിക്കുന്നതും ആരാധിക്കുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടാകും. ശനിയാഴ്ച ദിവസം നിങ്ങൾ വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുക, അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ചന്ദ്രഭഗവാന് പ്രത്യേക പൂജ നടത്തി പ്രസാദിപ്പിക്കുക. അതുപോലെ പൂയവും ശനിയാഴ്ചയും വരുന്ന ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശാസ്താവിന് എള്ളുപായസം വഴിപാട് കഴിക്കുന്നതും ശനി പൂജ നടത്തുന്നതും നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങളുടെ ഗണം ദേവഗണമാണ്. നിങ്ങൾ ദേവഗണത്തിലാണ് ജനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രദേവൻ ചന്ദ്രനാണ്. അതുകൊണ്ടാണ് ചന്ദ്രനെ പ്രത്യേകിച്ച് പ്രീതിപ്പെടുത്തണമെന്ന് പറയുന്നത്. നിങ്ങളുടെ വൃക്ഷം അരയാലാണ്. ഈ അരയാൽ നമുക്ക് നട്ടുവളർത്താൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഈ അരയാലിനെ നശിപ്പിക്കാതെ നോക്കുക. നിങ്ങളുടെ മൃഗം ആടും പക്ഷി ചെമ്പോത്തുമാണ്. ഈ ആടിനെയും ചെമ്പോത്തിനെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നിറം നീലയും കറുപ്പും വെളുപ്പുമാണ്. ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക ഗുണങ്ങളുണ്ടാകും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 8 ആകുന്നു. ഈ 8-ാം നമ്പർ ഒരു തുണ്ട് കടലാസിൽ എഴുതി വിളക്ക് വയ്ക്കുന്ന ഫോട്ടോത്തിന് മുന്നേ അല്പം മഞ്ഞൾ ചാർത്തി വെച്ച് പ്രാർത്ഥിച്ച് അത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ ബാഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകും. നിങ്ങളുടെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. എന്ത് നല്ല കാര്യങ്ങൾക്കും ശനിയാഴ്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. നിങ്ങൾ ധരിക്കേണ്ട രത്നം ഇന്ദ്രനീലമാണ്. ഇതൊക്കെയാണ് പൂയം നക്ഷത്രക്കാർ അറിഞ്ഞ് മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.